ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങി. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ബോർഡിനകത്ത് 3 ലൈൻ വരച്ചിട്ടുണ്ട്. ചെറിയ ലൈൻ തന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വരച്ചിട്ട് നമുക്ക് 3 ഇഴ നൂലിലാണ് നമ്മൾ ചെയ്യണേ കേട്ടോ. ഒരറ്റം മാത്രം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണോ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇതും ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യത്തെ ലൈനിൽ നിന്ന് സൂചി കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ മുകളിലോട്ടേക്ക്. അതിനുശേഷം ഏറ്റവും അടിയിലത്തെ 3ാമത്തെ ലൈൻ ഉണ്ടല്ലോ, അതിൽ കുറച്ച് നീക്കിയിട്ട് കുത്തിയിട്ട് ഏറ്റവും മുകളിലത്തെ ലൈനിലേക്ക് കുത്തിയെടുക്കേണ്ട ചെയ്യുന്നത്. അതിനുശേഷം സൂചി മുകളിൽ വരുന്ന രീതിയിലും നൂല് താഴെ വരുന്ന രീതിയിലും നിർത്താം. എന്നിട്ട് നമുക്ക് സൂചി വലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യാം. വീഡിയോയിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് 2ാമത്തെ ലൈനിൽ കുത്തിയിട്ടാണ് ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. കുറച്ച് നീക്കിയിട്ട് 2ാമത്തെ ലൈനിൽ കുത്തിയിട്ട് മുകളിലത്തെ ലൈനിലേക്ക് കുത്തിയെടുക്കുക. അപ്പോഴും നമ്മൾ സൂചി മുകളിൽ വരുന്ന രീതിയിൽ നൂല് താഴെ വരുന്ന രീതിയിലായിട്ട് ഇടാം കേട്ടോ. അങ്ങനെ സൂചി വലിച്ചെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാവരും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടോട്ടു കേട്ടോ. ബ്ലാങ്കറ്റൊക്കെ ആദ്യം തയ്ച്ചിരുന്നപ്പോൾ സൈഡ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സ്റ്റിച്ചുണ്ട് ഇത്. പണ്ട് കാലത്തെ ആളുകൾ ഒരുപാട് വലിക്കാണ്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് വീഴുള്ളൂ കേട്ടോ. ഒരുപാട് വലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡ് വെച്ചിട്ട് സൂചി ഇടാം കേട്ടോ. ഒന്ന് നേരെയാക്കി കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. വലിഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് മാറിപ്പോട്ടാ. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ട് അറ്റം വരെ എത്തിയിട്ട് കാണാം കേട്ടോ. ഇനി എങ്ങനെയാണ് കെട്ടിട്ട് കൊടുക്കാമെന്ന് നമുക്ക് കാണാം. ആദ്യം നമ്മൾ ഇതുപോലെ ആദ്യം വലുതും ചെറുതായിട്ട് ഓരോന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അറ്റം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്ത ഇതുണ്ടല്ലോ, അതിനൊരു റാ പോലെ മുകളിലുണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ കറക്റ്റ് സൂചി താഴ്ത്തി കൊടുക്കാം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കെട്ടിടാൻ വേണ്ടിയിട്ട് വെക്കണത്. അപ്പോൾ ഇതേ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കെട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മോട്ടീഫിനകത്ത് ഡിസൈനൊക്കെ വരച്ച് റിങ്ങിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മൂങ്ങയുടെ പടമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ആദ്യം ഞാൻ ബ്രൗൺ കളർ ത്രെഡ് വെച്ചിട്ട് 3 ഇഴ നൂലിൽ ചെറിയ സൂചിയിലാണ് ഞാൻ ചെയ്യണത് കേട്ടോ. നൂല് ഒരുപാട് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ സൂചി എടുത്തിരിക്കുന്നത്. പിന്നെ ഭയങ്കരമായിട്ട് കെട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കെട്ടൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം എവിടെ നിന്നാണ് തുടങ്ങുന്നത് അതനുസരിച്ച് ഏറ്റവും വലിയ സ്റ്റിച്ചായിട്ട് ആദ്യം തുടങ്ങുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ചെറിയ സ്റ്റിച്ച് എന്ന രീതിയിൽ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈൻ വരച്ചുള്ള ചെയ്യുന്നത്. ആ ലൈനിൻ്റെ ഉള്ളിലായിട്ട് വരണം നമ്മുടെ സ്റ്റിച്ചൊക്കെ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വലിക്കുമ്പോൾ അതിനുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. വലിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ഒരുപാട് വലിഞ്ഞു പോണത് കാണാം കേട്ടോ. വലിക്കാണ്ട് സാധാരണ പോലെ ലൂസാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എപ്പോഴും. അപ്പോൾ ഇതുപോലെ ആദ്യം വലുത് പിന്നെ ചെറുത്, അത് കഴിഞ്ഞിട്ട് വലുത്, അങ്ങനെ ചെറുത് എന്നുള്ള രീതിയിൽ ഓരോ സ്റ്റിച്ചായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മൂങ്ങയുടെ കണ്ണിൻ്റെ ഭാഗം എല്ലാനും ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുത്തത്. ആകപ്പാടെ വ്യത്യാസം വരുത്തി ചെയ്തിരിക്കുന്നത് കണ്ണിൻ്റെ നടുവിലുള്ള ഭാഗത്തും പിന്നെ മൂങ്ങയുടെ വയറിൻ്റെ ഭാഗത്ത് കുറച്ച് വേവ് പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ, അതുമാണ് ഞാൻ വേറെ സ്റ്റിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ പകുതി വരെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ദേ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് വേവ് പോലുള്ള ഭാഗവും കണ്ണിൻ്റെ ഭാഗവും പൂർത്തീകരിക്കാൻ പോകണേ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കണ്ണിത്തിരി കറുത്തിരിക്കേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.